ആദി, അരുൺ, എന്താ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുന്നേ? നിങ്ങളുടെ കൂടപ്പറപ്പിനെ കൊല്ലാൻ നോക്കിയ ദുഷ്ടനായി കൺമുമ്പിൽ നിൽക്കുന്നേ ഇവനെ വെറുതെ വിടരുത്. അഖിടമേ, ഞാനൊന്നും പറയട്ടെ. ഒന്നും പറയണ്ട, ഒന്നും കേൾക്കണ്ട. അച്ഛൻ ഇതിനകത്ത് ആഴ്ചകളായി സെക്യൂരിറ്റി വേഷത്തില്, ആങ്ങളെ കൊള്ളക്കാരൻ, പെങ്ങള് തട്ടിപ്പുകാരി, എല്ലാരും കൂടി എന്റെ കുഞ്ഞിനെ കൊന്ന് സ്വത്തുക്കള് കൈക്കലാക്കാൻ ശ്രമിച്ചു. നടന്നില്ല. പിന്നെ ഓരോ ന്യായങ്ങളും പറഞ്ഞ് ഇവിടെ അടുത്തുകൂടാ. അടിച്ചിവനെ മുറ്റത്തിടാൻ ഇവിടെ നട്ടലുള്ള ആണുങ്ങളില്ലാതായി പോയല്ലോ. കരുത്തുള്ളപ്പോൾ ക്ഷമ കാണിക്കണമെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു തന്നത് ഞങ്ങളുടെ അച്ഛനാ. നോവിച്ചവരെ ബുദ്ധിപരമായി കൈകാര്യം ചെയ്യണമെന്നും അച്ഛൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീട്ടുമുറ്റത്തിട്ട് നിന്നെ ഞങ്ങൾ തല്ലുന്നില്ല. പക്ഷേ ഇനി ഒരു നിമിഷം ഇവിടെ നിന്നാൽ അരവിന്ദൻ ഞങ്ങളുടെ തല്ല് മേടിക്കും. അതുകൊണ്ട് പോടാ. നമ്മുടെ വീട്ടുമുറ്റത്ത് ചായിപ്പോയി, അല്ലെങ്കിൽ അവന്റെ കാലിരണ്ട് ഞാൻ തല്ലി ഓടിച്ചാനെ. അങ്ങനെ വീട്ടുമുറ്റം എന്ന പരിഗണനയൊന്നും അവന്റെ കാര്യത്തിൽ വേണ്ടായിരുന്നു. നമ്മൾ ആരാണെന്ന് അവനെ ഒന്ന് മനസ്സിലാക്കി കൊടുക്കേണ്ടായിരുന്നു. ഞാൻ പല പ്രാവശ്യം നിങ്ങളേത് ഓർമ്മിപ്പിച്ചതാ. അപ്പൊ ചേട്ടനും അനുജനും അനങ്ങാതെ നിന്നു. അത് ഐശ്വര്യ, അയാൾ ഏത് തരക്കാരനും ആയിക്കോട്ടെ, പക്ഷെ ആ മനുഷ്യന് പറയാനുള്ളത് കൂടി ഒന്ന് കേൾക്കാമായിരുന്നു നിങ്ങൾക്ക്. എന്ത് കേൾക്കാൻ? ഞങ്ങളുടെ അനുജനെ കൊല്ലാൻ നോക്കിയവന്റെ വാക്കുകൾ ഇനി ഞങ്ങൾ കേട്ടു നിൽക്കണോ? ഏട്ടത്തി എന്തായി പറയുന്നത്? അവനെ പിടിച്ച് അകത്തിരുത്തി സൽക്കരിച്ചിട്ട് അവൻ പറയുന്നത് മുഴുവൻ കേൾക്കണമായിരുന്നോ? അതല്ല അരുൺ, അയാൾ പല പ്രാവശ്യം പറഞ്ഞു നിങ്ങൾ കേട്ടതല്ല സത്യം, സത്യം ഞാൻ പറയാമെന്ന്. അയാൾ പറയുന്നത് സത്യമോ അസത്യമോ ആയിക്കോട്ടെ, അത് കേൾക്കാനുള്ളൊരു ക്ഷമ അത് നമ്മൾ കാണിക്കണമായിരുന്നു. ഞാനും അരുണും ഏറെ ക്ഷമ കാണിച്ചതുകൊണ്ടാ അവൻ ജീവനോടെ ഈ വീട്ടുമുറ്റത്തുനിന്ന് ഇപ്പൊ തിരികെ പോയത്. അതറിയാവോ അമൃതയ്ക്ക്? കൺമുമ്പിൽ കാണുന്നവരെല്ലാം നല്ല മനുഷ്യരാണെന്നാ നിന്റെ ഒരു ധാരണ. ഞങ്ങളുടെ അനുജനെ നോവിച്ചവനവൻ. ഇവിടെ വെച്ച് അവനെ ഒന്നും ചെയ്യാതിരുന്നത് ഞങ്ങളുടെ സംസ്കാരമാണ്. പക്ഷേ ആ കണക്ക് ഞങ്ങൾ തീർക്കും. അത് ഇപ്പോഴല്ല, പിന്നീട്. വാടാ. ഭർത്താവിന്റെ അനുജനെക്കാളും നിങ്ങൾക്ക് പ്രതിപത്തി ഇപ്പോഴും അവളോടാണല്ലേ, ആ ശ്യാമയോട്. അതല്ല ഐശ്വര്യ, ഒരാൾക്ക് പറയാനുള്ളത് എന്താണെങ്കിലും അത് കേൾക്കാനുള്ള ബാധ്യത നമുക്കുണ്ടായിരുന്നു. അത്രേ ഞാൻ പറഞ്ഞുള്ളൂ. സത്യം ഏതാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയില്ലല്ലോ. അപ്പോ ആക്കി പറഞ്ഞതും ആ വീഡിയോയിൽ കണ്ടതൊന്നും സത്യമല്ലേ? അതൊക്കെ വീഡിയോ അല്ലേ? വീഡിയോ ഒക്കെ വിശ്വാസയോഗ്യമായ തെളിവാണോ ഐശ്വര്യ? ഓ, അത് ശരി. ഇപ്പോഴും നിങ്ങളതൊന്നും വിശ്വസിച്ചിട്ടില്ല. അഖിയെ കൊല്ലാൻ നോക്കിയത് സത്യമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിച്ചിട്ടില്ല അല്ലേ? എന്നല്ല ഐശ്വര്യ ഞാൻ പറഞ്ഞത്. പറഞ്ഞതിന്റെ പൊരുളൊക്കെ എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. നിങ്ങളുടെ മനസ്സിപ്പോഴും അവളുടെ ഒപ്പമാണ്. ഒരിക്കലും അല്ല. എന്റെ അനുജനെ കൊല്ലാൻ നോക്കിയവരാരായിരുന്നാലും അവരോട് ഞാൻ ക്ഷമിക്കില്ല. ഞാൻ ശ്യാമയെ കൊല്ലാൻ നടക്കുന്നവൾ എന്നായിരുന്നല്ലോ നിങ്ങളുടെ എല്ലാവരുടെയും പറച്ചില്. ഇപ്പൊ മനസ്സിലായല്ലോ ആരാരെയാണ് കൊല്ലാൻ നടന്നതെന്ന്. എന്നെ ഒരു പാഠം പഠിപ്പിക്കുമെന്നും
എന്നെ പുകച്ച് പുറത്ത് ചാടിക്കുന്നൊക്കെയായിരുന്നു വെല്ലുവിളി. ആർക്കു വേണ്ടിയാണോ അത് പറഞ്ഞത്, അവരാ ഇപ്പൊ പുറത്തായത്, ഞാനല്ല. ഈ സത്യത്തിന് അങ്ങനെയൊരു പ്രത്യേകതയുണ്ട്. അത് എന്നാണെങ്കിലും പുറത്തു വരും. ഇത്രയൊക്കെ കാണിച്ചിട്ടും ആ ദുഷ്ടയോടൊപ്പം നിങ്ങളുടെ മനസ്സ്. ഇനിയെങ്കിലും അവളെ സപ്പോർട്ട് ചെയ്യാതെ ജീവിച്ച നിങ്ങൾക്ക് കൊള്ളാം. ഐശ്വര്യ, ആരുടെയും മുഖം നോക്കിയല്ല ഞാൻ പറയുന്നത്. സത്യത്തിന്റെ ഭാഗത്ത് നിൽക്കാനാ എനിക്കിഷ്ടം. ഞാനെങ്ങനെയാ പഠിച്ചിട്ടുള്ളത്, ശീലിച്ചിട്ടുള്ളത്. അങ്ങനെ ഞാൻ നിൽക്കൂ. അതെ, അവള് ചെയ്തതെല്ലാം നീതി ന്യായമാണെന്നാണോ നിങ്ങൾ ഇപ്പോഴും പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മുടെ അനുജനാക്കി ഒരു കളങ്കമില്ലാത്തവനാ. അവനെ ദ്രോഹിച്ചവരാരായിരുന്നാലും ശരി, അവരെന്റെ ഈ ശത്രുവാ. അവനെ കൊല്ലാൻ നോക്കിയതേ അവളും ഇപ്പൊ ആ പോയവനും കൂടിയാണെന്ന് വ്യക്തമായിട്ട് തെളിഞ്ഞതല്ലേ? എന്നിട്ടും നിങ്ങൾക്കെന്താ അതിലൊരു സംശയം? നിങ്ങൾ ഇനിയും അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ച പുറത്താവുന്നത് നിങ്ങളായിരിക്കും. ഓർമ്മയിലിരിക്കട്ടെ. അമ്മേ, അമ്മേ, അമ്മ അവളുടെ ആങ്ങളുടെ കാര്യം ആലോചിച്ച് നിൽക്കുകയാണോ? അവൻ അവന്റെ പാട്ടിന് പോട്ടെ. അടി കൊടുത്തു വിടാത്തത് നമ്മുടെ കുറ്റം. അമ്മേ, എനിക്കൊരു ഐഡിയ. എന്താ മോളെ? നമ്മുടെ അഖി ആകെ തകർന്ന മട്ടില. അവന്റെ മുഖം കണ്ടാൽ അറിയാം, വല്ലാത്ത നിരാശയില അവൻ. അവൻ എങ്ങനെ വിഷമിക്കാതിരിക്കും മോളെ? അവൻ അങ്ങനെ വിശ്വസിച്ചതല്ലേ അവളെ? ആ അവളല്ലേ അവനെ കൊല്ലാൻ നോക്കിയത്. അതവൻ എങ്ങനെ താങ്ങാനാവും? അവന്റെ മനസ്സ് മാറ്റി അവനെ പുതിയൊരു ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. ആ നശിച്ചവളുടെ ഓർമ്മകളിൽ നിന്ന് അവനെ മോചിപ്പിക്കണം. അവളെക്കുറിച്ച് ചിന്തിക്കാനേ അവൻ അവസരം കൊടുക്കരുത്. അതിനെ ഒരേ ഒരു പോംവഴിയേ ഉള്ളൂ അമ്മ. മോൾ എന്താ ഈ പറഞ്ഞു വരുന്നേ? ഞാൻ പറഞ്ഞു വരുന്നതേ ഇത്തിരി ഗൗരവമുള്ള കാര്യമാ. നീ പറയ്. അഖിയെ കൊണ്ട് ഒരു കല്യാണം കഴിപ്പിക്കണം. ഐശ്വര്യ, നല്ലൊരു പെണ്ണ് അവന്റെ ജീവിതത്തിലേക്ക് വന്നാലേ അവനെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ പറ്റൂ. ഐശ്വര്യ പറയുന്നത് ശരിയാ, അത് വേണം. ഞാനും അതേക്കുറിച്ചൊക്കെ ആലോചിക്കുന്നുണ്ട്. അതെത്രയും പെട്ടെന്ന് വേണോ അമ്മേ? വേണമെന്ന് പറഞ്ഞാ അതിനൊരു പെൺകുട്ടിയെ കണ്ടെത്തണ്ടേ? അതും എന്റെ മനസ്സിലുണ്ട്. അമ്മയ്ക്കറിയാം, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ട പെണ്ണാണ്. അതാരാ? അഖിയെ അവൾ ഒത്തിരി മോഹിച്ചതാ. അഖിക്കും അവളോട് ഇഷ്ടക്കുറവൊന്നുമില്ലായിരുന്നു. മറ്റാരുമല്ലമ്മേ, നമ്മുടെ അരുന്ധതിയുടെ മകള് വിസ്മയ. വിസ്മയോ? നമ്മുടെ പാട്ടുകാരി? ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന പ്രശസ്തയായ ഗായികയല്ലേ? ഇനി ലോകം മുഴുവനും അറിയപ്പെടും. വിസ്മയ കൊള്ളാം, നല്ല കുട്ടിയാ, നല്ല ഐശ്വര്യമുള്ള പെണ്ണ്. അവളെ ആക്കി കല്യാണം കഴിച്ച
അമ്മയുടെ 2 മരുമക്കളും ലോകം അറിയപ്പെടുന്ന സെലിബ്രിറ്റികൾ. ഞാനും വിസ്മയും. അത് ശരിയാണല്ലോ. അരുന്ധതിയും അന്തസ്സുള്ളവളാ. കൊള്ളാം. നമുക്ക് ആലോചിക്കാം മോളെ. വിസ്മയ അഖിയുടെ ജീവിതത്തിലേക്ക് വന്ന അവൻ രക്ഷപ്പെട്ടു. അത് മാത്രമല്ല, തന്റെ മരുമകളാണ് വിസ്മയെന്ന് അമ്മയ്ക്ക് നാട്ടുകാരോട് അഭിമാനത്തോടെ പറയാം. അത് ശരിയാ. പക്ഷേ വിവാഹത്തിലേക്ക് നമ്മൾ നീങ്ങണമെങ്കിൽ ആദ്യം വലിയൊരു തടസ്സം നീക്കണം. എന്ത് തടസ്സം? ശ്യാമ എന്ന തടസ്സം. ആദ്യം അവര് തമ്മിലുള്ള ഡിവോഴ്സ് നടക്കണം. വിവാഹമോചനം. അതിനുശേഷം അഖിയും വിസ്മയും തമ്മിലുള്ള കല്യാണം. നീ എന്താ ആലോചിക്കുന്നെ? അല്ല, ഈ വിവാഹമോചനത്തിന് അവള് സമ്മതിക്കൂ? ആരെങ്കിലും ഒരാളെതിരായ കാര്യങ്ങൾ കുഴയില്ലേ? ഇനി എന്തെതിര് വരാൻ? അവൾ എതിരും കൊണ്ട് വന്നാ അവളെ ഒതുക്കാനുള്ള വഴി ഈ വസുന്ധരയ്ക്കറിയും. നീ സമാധാനായിട്ടിരിക്കെ. രോഗം മാറാൻ വേണ്ടി ചെയ്തതാണെങ്കിലും അതൊരു കടന്ന കൈയായി പോയി. പ്രശ്നം പിടിവിട്ടു പോയി. പിന്നെ ഇന്നൊരു കാര്യമുണ്ടായി. കാര്യം പറയേ. ഞാൻ അഖിമോനെ കാണാനും നടന്ന കാര്യങ്ങളെല്ലാം തുറന്നു പറയാനും വേണ്ടി ആനന്ദനിലയത്തിൽ ചെന്നു. എന്നിട്ട് അവരെല്ലാവരും കൂടി തടഞ്ഞു. അഖിമോനെ കാണാൻ അവരാരും എന്നെ അനുവദിച്ചില്ല. അവരെല്ലാവരും പൂർണ്ണമായിട്ടും നമ്മളെ തെറ്റിദ്ധരിച്ചിരിക്കുക. അല്ലെങ്കിൽ വളരെ നല്ലവരായ ആദ്യം അരുണൊന്നും എന്നോടിങ്ങനെ മോശമായിട്ട് പെരുമാറില്ലായിരുന്നു. ഏട്ടനോട് അവരെന്താ വല്ലത് മോശമായി പെരുമാറിയോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. മര്യാദ വിട്ടൊന്നും പെരുമാറിയില്ല. എന്നാലും ആ ഒരു ഇന്റിമസിയൊക്കെ അങ്ങ് പോയി. നമ്മൾ പറയുന്നത് കേൾക്കാനുള്ള സന്മനസ് പോലും അവർക്കില്ലല്ലേ? ഇല്ല മോളെ, ഞാൻ പറഞ്ഞില്ലേ, അവര് ആകെ തെറ്റിദ്ധരിച്ചിരിക്കുക. അവരുടെ കൂടപ്പുറപ്പിനെ നീയും ഞാനും ചേർന്ന് കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നെന്നാ അവര് വിശ്വസിക്കുന്നത്. അങ്ങനെയുള്ളപ്പോ അവരെന്നെ വെറുതെ വിട്ടത് അവരുടെ മര്യാദ. അഖിൽ സാറിന്റെ പേടി മാറ്റാൻ ഡോക്ടർ പറഞ്ഞു തന്നൊരു ട്രീറ്റ്മെന്റ് ചെയ്യുമല്ലായിരുന്നു ഏട്ടാ നമ്മള്. മോളെ, അത് യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം ഒരു കൊലപാതക ശ്രമമായിട്ടാണ് അവർ കരുതിയിരിക്കുന്നത്. കൂനിന്മേൽ കുരു എന്ന് പറഞ്ഞതുപോലെ
അച്ഛൻ ആളറിയാതിരിക്കാൻ വേണ്ടി മാസ്കും വെച്ച് ആനന്ദ നിലയത്തിലെ സെക്യൂരിറ്റിയും വേഷം മാറി നിന്നുകൊണ്ട് എല്ലാം നിരീക്ഷിക്കുകയായിരുന്നല്ലേ അവര് ധരിക്കുക. എല്ലാ തെളിവുകളും നമുക്കെതിരാ മോളെ. ഒന്നാമത് ആ വസുന്ധരാമ്മയ്ക്കും ഐശ്വര്യയ്ക്കും നിന്നെ കണ്ടൂടാ. അവസരം കിട്ടിയപ്പോ അവരത് അതിവിദഗ്ധമായി മുതലാക്കുവാണ്. എല്ലാം നമുക്ക് പ്രതികൂലമായിപ്പോയി. എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? നമ്മുടെ പദ്ധതി രഹസ്യമായി മനസ്സിലാക്കിയ ആരോ ഇതിന്റെ പിന്നിലുണ്ട്. അവര് നിന്റെ ശത്രുക്കൾ തന്നെയാണ്. നിന്നെ ആനന്ദ നിലയത്തിൽ നിന്ന് പുറത്തിറക്കണം. അതായിരിക്കണം അവരുടെ ടാർഗറ്റ്. അവരാണ് ഇടയ്ക്ക് കയറി അറ്റാക്ക് ചെയ്തതും അഖിമോന്റെ തലയ്ക്കടിച്ചതും. എത്ര വൈകിയാലും ഇതിന്റെ പിന്നിൽ കളിച്ചവരെ ഞാൻ കണ്ടെത്തും. ആ ജഗന്നാഥനെയും ഭാര്യയും എനിക്ക് സംശയമുണ്ട്. മോള് സമാധാനായിട്ടിരിക്കെ. ഇതിലും വലുതെന്തോ വരാനിരുന്നതാ. കണ്ണിക്കൊള്ളേണ്ടത് പുരികത്ത് കൊണ്ടുവന്നങ്ങ് വിചാരിച്ചാൽ മതി. എനിക്കൊരു വിഷമമില്ലാട്ടോ. നമ്മൾ നല്ലത് മാത്രമല്ലേ ചെയ്തിട്ടുള്ളൂ. നല്ലത് മാത്രം ചെയ്യുന്നതിന് ദൈവം ഇങ്ങനെ വിഷമിപ്പിക്കുകയാണെങ്കിൽ വിഷമിപ്പിക്കട്ടെ. എന്തായാലും എന്റെ ഭഗവാൻ എനിക്കൊരു വഴി കാണിച്ചു തരും. അതെന്റെ വിശ്വാസം. അല്ലെങ്കിൽ ഇതെന്റെ വിധിയാണെന്ന് കരുതി ഞാൻ സമാധാനിച്ചോളാം. അത്രേ ഉള്ളൂ. ഏട്ടൻ വിഷമിക്കണ്ട. നിന്റെ കണ്ണീര് എന്നെങ്കിലും തോരും എന്റെ കുഞ്ഞ്. എന്റെ മോളെ, നിന്നെ കരയിപ്പിക്കാൻ നോക്കിയതല്ല ഈ ഏട്ടൻ. നീ ഈ വേദനകളെല്ലാം ഉള്ളിലടക്കി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോ ഈ ഏട്ടന്റെ ചങ്ക് പൊട്ടുക. മോളെ, കരയില്ലേ? എന്താ അരവിന്ദ് ഇത്? എല്ലാം ശ്യാമ അരവിന്ദന് പ്ലാൻ ചെയ്ത പോലെയല്ലേ നമ്മൾ ഓപ്പറേറ്റ് ചെയ്തത്? പിന്നെ ഇതെന്താ പറ്റിയത്? നീ എന്നെ